ഹായ് ഹലോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഒരു ബേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കേക്ക് ബേക്കിങ്ങിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിന് കുറേ ടൂൾസുകളും അതേപോലെ കുറേ ഇൻഗ്രീഡിയൻസുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്നെ പറയാം. എൻ്റെ പേര് ഫർഹാന, ഞാൻ ബേക്കിംഗ് ടീച്ചറാണ്. നമുക്ക് കേക്ക് ചെയ്യാൻ നമുക്ക് എന്താ വേണം, കേക്ക് ടിന് വേണം അല്ലേ. അപ്പോൾ കേക്ക് ടിന് പല സൈസിന് അവൈലബിൾ ആട്ടോ. നമുക്ക് സ്ക്വയർ ടൈപ്പിലാണെങ്കിലും റൗണ്ട് ഷേപ്പിലാണെങ്കിലും ഒരുപാട് എന്താണ് കണ്ടോ വ്യത്യാസങ്ങളുണ്ട്. കേക്ക് ടിന്നിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് റൗണ്ടിൽ തന്നെ കണ്ടില്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇത് 5 ടിന്നുണ്ട്. ഈ 5 ടിന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസത്തിന് പോലെ തന്നെ ഇതിന് ഓരോ കണക്കുണ്ട്. 1 kg 2 kg ഹാഫ് kg അങ്ങനെ കണക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടിന്ന് എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് 1 kg ആണ് ഹാഫ് kg ആണ് എങ്ങനെ അറിയാം. നമ്മൾ ബിഗിനേഴ്സ് ആയ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് 1 kg കേക്ക് ടിന് വേണം അല്ലേ. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ നമുക്ക് ഏതെങ്കിലും ഒക്കെ എടുത്തരും. പക്ഷേ നമ്മൾ കറക്റ്റ് ആയിട്ട് പോയിട്ട് എങ്ങനെ അത് 1 kg ആണെന്നുള്ളത് ചൂസ് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഈ റൗണ്ട് പോലെ തന്നെ ഇതാ കണ്ടില്ലേ, സ്ക്വയർ ടൈപ്പിലും ഉണ്ട് കേട്ടോ. സ്ക്വയർ ടൈപ്പിലുണ്ട്, ഇതേപോലെ ഹാർഡ് ഷേപ്പിൽ ഒരുപാട് ഷേപ്പിൽ എന്താണ് കേക്കുകൾ ടിന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടോ മെഷീൻ ടൈപ്പ്, ഇതുപോലുള്ള ഒരു മെഷീൻ ടൈപ്പ് എടുക്കാം. മെഷീൻ ടൈപ്പ് എടുത്തിട്ട് ഇതാ ഈ വലിയ അക്കങ്ങൾ 1 2 3 തുടങ്ങുന്നില്ലേ ആ ഭാഗം ഇതാ ഇതിപ്പോൾ ഒരു 1 kg ടിന്നാണ്. 1 kg ടിന്നാണ്. ഈ ടിന്ന് 1 kg ആണെന്ന് എങ്ങനെയാണ് അറിയാന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഈ ടൈപ്പ് ഇവിടെ വെച്ചിട്ട് ഇതാ ഇവിടേക്ക് ഇങ്ങനെ അളക്കുമ്പോൾ ഇതെന്താണ് കണ്ടില്ലേ, ഒരു 7 ഇഞ്ചാണ്. ഇതാ 7 ഇഞ്ചാണ്. നിങ്ങളെല്ലാം കാണുന്നുണ്ടാവും. 7 ഇഞ്ച്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 7 ആണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 1 kg ആണ്. ഒരു മെഷീൻ ടൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ അളന്നിട്ട് നോക്കുമ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു 7 ഇഞ്ചാണ്. അതേപോലെ ഇത് വന്നിട്ടുള്ളത് ഒരു 4 ആണ്. നമുക്കിത് 1/2 കിലോന്റെ പകുതി ചെയ്യുന്ന ഒരു കേക്കാണ്. 1/2 കിലോന്റെ അടുത്ത് 5 ഇഞ്ച്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 5 കുറച്ച് 5 ഇഞ്ച് കുറച്ചുള്ളൂ ഹാഫ് kg ചെയ്യാം. അതേപോലെ തന്നെയാണ് ഈ കിട്ടുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെത് വന്നിട്ടുള്ളത് ഒരു 6 ഇഞ്ച് 5.5 ഇഞ്ച്. ഇത് നമുക്ക് ഹാഫ് kg ചെയ്യാവുന്ന കേക്കിനാണ്. അതേപോലെ ഇത് കണ്ടില്ലേ, ഈ ടിന്നുകൾ തന്നെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ടിന്നുകൾ ഇത് രണ്ടും റൗണ്ട് കൂടുതലോ ഹൈറ്റ് കുറവുള്ള ടിന്നാണ്. അതേ സ്ഥാനത്ത് ഇത് റൗണ്ട് കുറവും ഹൈറ്റ് കൂടുതലുള്ള ടിന്നുകൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, കേക്കിന് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് വേണം അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ടിന്നുകൾ ചൂസ് ചെയ്യാം. കണ്ടോ, ഇതുപോലുള്ള ടിന്നുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. റൗണ്ട് കുറവും ഹൈറ്റ് കൂടുതലുള്ള ടിന്നുകൾ ശ്രദ്ധിക്കുക എടുക്കാൻ. ഇതുപോലുള്ള ടിന്നുകൾ എടുത്താൽ റൗണ്ടിലുള്ള കേക്ക് കിട്ടും. ഇതാ നിങ്ങൾക്ക് നോക്കാം, ഇത് അറിയാം. കണ്ടോ, ഇത്ര ഡിഫറൻസ് വരുന്നുണ്ട് നമ്മുടെ കേക്കിന്റെ റൗണ്ടും കണ്ടോ. അപ്പോൾ ഇതിന്റെ ഹൈറ്റും കണ്ടില്ല, ഇത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്ന് ഇതാ കണ്ടില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും കേക്കിന് ചൂസ് ചെയ്യുമ്പോൾ ഹൈറ്റുള്ള കേക്ക് ടിന്നുകൾ ചൂസ് ചെയ്യാം. ഈ ഹൈറ്റുള്ള കേക്ക് ടിന്നുകൾ കൊണ്ട് നമുക്ക് ടോൾ കേക്ക് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ടിന്ന് മേടിച്ചാൽ മതി. പക്ഷേ ചിലവർ പറയും ഞങ്ങൾക്ക് കേക്കിൽ റൗണ്ട് കൂടുതലും മതി, ഹൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. കുറേ ഫാമിലീസ് ഉള്ളവർ അങ്ങനെ മേടിക്കാം. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ടിന്ന്. കണ്ടില്ലേ ഈ ടിന്ന് എത്ര സൈസാണുള്ളത് നമുക്ക് നോക്കാം. ഒരു 9 ഇഞ്ചൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ അത്. ഇതിൽ വന്നിട്ടുള്ളത് ഒരു കിലോന്റെ മേലെ 1.5 കിലോനൊക്കെ നമുക്ക് പാരാട്ടോ. ഇത് 1.5 കിലോന്റെ ഒക്കെ ടിന്നാണ്. അതേപോലെ തന്നെയാണ് ഇതും. ഇതൊരു ഹാഫ് kg കുറച്ച് കൂടുതലായിട്ട് പാരുന്നൊരു ടിന്നാണ് ഇത് കേട്ടോ. സെയിം തന്നെയാണ് നമ്മളെ സ്ക്വയർ ടിന്. ഈ സ്ക്വയർ ടിന്നിന് വ്യത്യാസം വരും. ഇതും 1.5 കിലോ പാരുന്ന ടിന്നാണ്. അതേപോലെ തന്നെയാണ് ഇതും ഹാഫ് kg 3/4 കിലോ പാരുന്ന ടിന്നാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ കേക്ക് ടിന്നിന്റെ ഡോക്ടർ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കേക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആദ്യം കേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് വേണം അല്ലേ. കേക്കിന്റെ ബേസ് വന്നിട്ടുള്ളത് സ്പഞ്ച്. ആ സ്പഞ്ച് റെഡി ആണെങ്കിൽ ഇതുപോലുള്ള കുറച്ച് എന്ത് ചെയ്യാം, അളവ് പാത്രങ്ങൾ വേണം. അളവില്ലാണ്ട് നമ്മൾ ചെയ്താൽ അത് നമുക്ക് ഫ്ലോപ്പ് ആവും, കറക്റ്റ് ആവില്ല. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ മെഷറിംഗ് കപ്സ്. ഈ മെഷറിംഗ് കപ്സ് ഒരുപാട് മോഡലുകളുണ്ട്. അതിനനുസരിച്ച് അതിന്റെ ഇതിൽ വരും, അതിന്റെ ml വ്യത്യാസം വരും. കണ്ടില്ലേ, ഇത് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് 2 ടൈപ്സ് കപ്പുകളാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഒന്ന് ബ്ലാക്ക് ഒന്ന് കളർ. ഈ ബ്ലാക്കിൽ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ടോപ്പിൽ 1 കപ്പ് വന്നിട്ടുള്ളത് 240 ml ആണ്. 240 ml ആണ്. ഇതിന്റെ പകുതി വന്നിട്ടുള്ളത് അടുത്ത കപ്പ് 3/4 കപ്പ് വന്നിട്ടുള്ളത് 2/3 കപ്പ്. ഇതിന്റെ ഏറ്റവും താഴെ അടുത്തത് വന്നിട്ടുള്ളത് 1/4 കപ്പ്. പിന്നെ വന്നിട്ടുള്ളത് 1/4 കപ്പ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് 1/2 കപ്പാണ്. പിന്നെ വന്നിട്ടുള്ളത് ടേബിൾ സ്പൂണും ടീസ്പൂണുകളാണ്. ഈ മെഷറിംഗ് കപ്സ് പോലെ തന്നെ ഇതിലൊരു ടേബിൾ സ്പൂണും ടീസ്പൂണും ഉണ്ട്. ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും നമുക്ക് നിർബന്ധമാണ്. ഇതില്ലാണ്ട് നമ്മൾ കേക്കുകൾ ചെയ്യാൻ പറ്റൂല. കാരണം ചെയ്താലും അതിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും പൊടികൾ എടുക്കുന്നോട്ട് വ്യത്യാസം വന്നാൽ നമ്മുടെ കേക്കിന് ഒന്നില്ലെങ്കിൽ ഹാർഡ് ആകും, അല്ലെങ്കിൽ അത് ലൂസ് ആകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള ടീസ്പൂണും ടേബിൾ സ്പൂണും മെഷറിംഗ് കപ്സുകൾ മേടിക്കുമ്പോൾ ഇത് ഉള്ളത് മേടിക്കാൻ നോക്കുക കേട്ടോ. ഇത് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് 1 ടീസ്പൂണ് 1/4 ടീസ്പൂണ് ഹാഫ് ടീസ്പൂണ് 1 ടേബിൾ സ്പൂൺ. ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇത് കളറിൽ. ഇതിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത് 1 കപ്പ് വന്നിട്ടുള്ളത് 250 ml ആണ്. ഇതിൽ വന്നിട്ടുള്ളത് 250 ml ആണ്. അതിന്റെ താഴെ വന്നിട്ടുള്ളത് 1/2 കപ്പാണ്, 125 ml ആണ്. 125 ml ആണ്. പിന്നെ വന്നിട്ടുള്ളത് 1/3 കപ്പാണ്. 1/3 കപ്പാണ്. ഇത് വന്നിട്ടുള്ളത് 85 ml ആണ്. 85 ml ആണ്. പിന്നെ വന്നിട്ടുള്ളത് 1/4 കപ്പാണ്. ഇത് വന്നിട്ടുള്ളത് 60 ml ആണ്. 60 ml ആണ്. പിന്നെ വന്നിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഹാഫ് ടേബിൾ സ്പൂൺ ആണ്. ഇത് 1 ടേബിൾ സ്പൂൺ, ഇത് ഹാഫ് ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ വന്നിട്ടുള്ളത് 15 ml ഉം ഹാഫ് ടേബിൾ സ്പൂൺ വന്നിട്ടുള്ളത് 7.5 ml ആണ് കേട്ടോ. അടുത്തത് കേക്ക് ടേബിൾ. ഈ കേക്ക് ടേബിൾ എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് തന്നെ നോക്കി മേടിക്കുക. കാരണം ഈ കേക്ക് ടേബിൾ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അതാ കണ്ടോ, ഇങ്ങനെ കറങ്ങുന്ന നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങുന്നത് മേടിക്കുക. എന്നാലേ നമുക്ക് നമ്മളെ കേക്കുകൾ ഏറ്റവും എളുപ്പത്തിൽ കേക്ക് എന്ത് ചെയ്യുക, ഐസിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ടേബിൾ. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കറക്കിയാൽ തന്നെ കണ്ടില്ലേ. ഇതിന്റെ മേലെ ഒരു കേക്ക് ടിന് വെച്ചിട്ട് കറക്കുകയാണെങ്കിലും കണ്ടില്ലേ
അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ടേബിൾ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അടുത്തത് നമ്മളെ ഇതാണ് ബലൂൺ വിസ്ക് എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടോ. ഇത് നമ്മളെ ബാറ്റർ മിക്സ് ചെയ്യാനും പൊടികൾ ചരിച്ച് മിക്സ് ചെയ്യാനൊക്കെ യൂസ് ആക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെയാണ് സ്പാച്ചില. കണ്ടില്ലേ, സ്പാച്ചില നമ്മളെ ബാറ്ററുകൾ വടിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യാനും മിക്സ് ചെയ്യാനും യൂസ് ആക്കുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ വന്നിട്ടുള്ളത് ഐസിങ് നൈഫ്. ഇതാണ് ഒരു ഐസിങ് നൈഫ്. കണ്ടില്ലേ, ഇതുപോലുള്ള ടൈപ്പ് ഒരുപാട് വിധമുണ്ട്. നിങ്ങൾ മേടിക്കുമ്പോൾ ഇതേപോലെ ലെവലായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതുണ്ട്, അത് മേടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വന്ന് സ്ലോപ്പായിട്ട് ഇങ്ങനെ പോകുന്നതൊന്നുണ്ട്, ഇതുപോലത്തതാണ് മേടിക്കുക. ഇതേപോലെ വീതിയുള്ളത് മേടിക്കുക. അതേപോലെ തന്നെ അതിൽ വരുന്ന ചെറിയ ടൈപ്പുകളാണ് ഇത്. കണ്ടില്ലേ, ഇത് 3 എണ്ണം. ഇത് നമുക്ക് കേക്കിന്റെ സൈഡിലൊക്കെ ഡെക്കറേഷൻസ് കൊടുക്കാനൊക്കെ യൂസ് ആക്കും കേട്ടോ. അതേപോലെ ചെറിയ ടച്ചിങ് വർക്കിനൊക്കെ ഈ സംഭവം യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ബ്രെഡ് നൈഫ്. കണ്ടില്ലേ, ബ്രെഡ് നൈഫ് നമ്മളെ നോർമൽ നൈഫിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇതിന്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കണ്ടില്ലേ, ഇതിന്റെ അറ്റിങ്ങനെ പല്ല് പോലുള്ള ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രെഡ് നമ്മളെ കേക്കിന്റെ സ്പഞ്ച് കട്ട് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ബ്രെഡ് നൈഫ്. ഇത് നല്ല നീളമുള്ള ഒരു ബ്രെഡ് നൈഫാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളെ കേക്കിന്റെ സ്പഞ്ച് കട്ട് ചെയ്യുക. അതേപോലെയുള്ള സംഭവമാണ് നമ്മളെ കേക്കിന്റെ മിക്സിംഗ് ബൗള്. കണ്ടില്ലേ, കേക്കിന്റെ മിക്സിംഗ് ബൗൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ പാത്രവും നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യാതെ നിൽക്കുകയാണ് നല്ലത്. കാരണം അതിൽ നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നത് അതേപോലെ കറികളൊക്കെ എടുക്കുന്നതാകുമ്പോൾ അതിന്റെ സൈഡിൽ കളറുകൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കാണൂല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ കേക്കിൻ്റെ ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെക്കുക. അതാകുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും കറ പിടിക്കുന്നതോ അതെല്ലാം ഈ കറികളെ എരിവ് ഉപ്പ് അതൊന്നും നമുക്ക് ഉണ്ടാകില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമുക്കത് ചെയ്യാം, ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഇതുപോലുള്ള കണ്ടില്ല സെറാമിക്കിന്റെ പോട്ടാണ് നമ്മൾ ബീറ്റർ വെച്ച് ചെയ്താലും സൈഡിലൊന്നും വരെ വികാത്ത രീതിയിലുള്ള നല്ല പ്ലാസ്റ്റിക് ടൈപ്പാണ് ഇത്. നിങ്ങൾ ഇങ്ങനത്തെ തന്നെ മേടിച്ചോളൂ കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ കൂടെ കൂട്ടാണ്ട് അതിന് വേണ്ടിയിട്ട് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇതേപോലെയുള്ള കണ്ടില്ലേ, കുണ്ടുള്ള പാത്രങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. കണ്ടില്ലേ, ഹൈറ്റ് ഉള്ളതിന് ചൂസ് ചെയ്യുക. വട്ടം പെരന്ന സൈസ് ആകരുത്, ഇതേപോലെ കുണ്ടുള്ള സൈസ് ആകാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മിക്സിംഗ് ബൗൾ. ഇത് നല്ലതന്നെ നോക്കി മേടിച്ചോളി. നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള തന്നെ മേടിക്കുക. ഇത് കണ്ടില്ല, ഇതേപോലുള്ള ഇത് നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്താലും കേക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലുള്ള പൈപ്പിംഗ് ബാഗ് മേടിക്കാം. ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടും. ഒരു ഒറ്റൊന്നും ഉണ്ടാവുള്ളൂ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ നമ്മളെ നോസിൽ അതിൽ ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അത് ചിലപ്പോൾ റൗണ്ട് കൂടുതൽ റൗണ്ട് കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നോസിൽ ഇതിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ പൈപ്പിംഗ് ബാഗ് ചൂസ് ചെയ്യാം. അതേപോലെ നോസിലുകൾ ഒരുപാട് നോസിലുണ്ട്, കുറേ വെറൈറ്റി നോസിലുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും യൂസ് ചെയ്യുന്ന നോസിൽസ് ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് വന്നിട്ടുള്ളത് ഫ്ലവർ നോസിലാണ്. ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് 144. ഫ്ലവർ വരക്കാൻ യൂസ് ചെയ്യുന്ന നോസിലാണ് കേട്ടോ. കാണുന്നില്ലേ, ഇതിൻ്റെ വായു കണ്ടില്ലേ, ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറഞ്ഞ ഒന്ന് സ്ലോപ്പായിട്ട് വരുന്നത്, ഒന്നിങ്ങനെ വളഞ്ഞു വരുന്ന ടൈപ്പാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും, ഒരറ്റം വീതി കൂടുതലും വീതി കുറയും. ഇതിൻ്റെ പേരാണ് ഫ്ലവർ നോസിൽ 144 എന്നാണ്. അതേപോലെ തന്നെ ഈ സംഭവമാണ് ഫ്ലവർ സ്റ്റാൻഡ്. ഇതിൻ്റെ മേലെ വെച്ചിട്ട് ബേസ് വെച്ചിട്ടാണ് നമ്മൾ കേക്കിൽ ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, അതേപോലെ വേറൊരു സംഭവമാണ് ഇത് സ്റ്റാർ നോസിൽ. 1D 2D അങ്ങനെയൊക്കെ പറയും. 1D നോസിൽ കണ്ടില്ലേ, ഇതാണ് സ്റ്റാർ നോസിൽ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഫ്ലവറൊക്കെ വെച്ചെടുക്കാം. അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇതും 2D നോസിൽ. കണ്ടില്ലേ, ഇതിനൊന്നും ഇതില്ല കേട്ടോ, നമ്പർ ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇത് കണ്ടില്ലേ, ഇതാണ് 2D നോസിൽ. കണ്ടില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് എല്ലാ കേക്കിലും ഫ്ലവർ വെച്ചെടുക്കാൻ പറ്റുന്ന നോസിലാണ്. പിന്നെ ഇത് വേറൊരു നോസിലാണ്. ഇത് ഫ്ലവർ നോസിൽ തന്നെയാണ്. ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് 62 എന്നാണ് കേട്ടോ. 62 എന്നാണ്. ഇതിൽ ലെവലായിട്ട് കുറച്ച് വീതി കൂടുതലായിട്ട് വരുന്ന ചെറിയ ഹോൾസാണ് വീതി കൂടുതലായിട്ട് വരുന്ന ഒരു ഫ്ലവർ നോസിലാണ്. ഇതും അതേപോലെ ഒരു നോസിൽ തന്നെയാണ് കേട്ടോ. ഡോട്ട്സ് ഇടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നോസിലാണ്. പിന്നെ ഇതേപോലെ ഇത് പുല്ല് വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിലാണ് കേട്ടോ. അതേപോലെ ഒരുപാട് നോസിൽസ് ഉണ്ട്. അതേപോലെ നമുക്ക് ലീഫ് വരക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് നോസിൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് ലീഫ് വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിൽ. ലീഫ് നോസിൽ ഒരുപാട് വിധമുണ്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും നോസിൽസ് എന്ത് ചെയ്താൽ മതി, മതി ഇത്രയും നോസിൽസുകൾ നമുക്ക് എന്ത് ചെയ്താൽ ഇത്രയും നോസിൽ മതി കേട്ടോ. നമുക്ക് കാണുന്നില്ലേ, പിന്നെ വന്നിട്ടുള്ളത് കേക്കിൻ്റെ ബോർഡ്, കേക്കിൻ്റെ ബേസ് ബോർഡ് എന്നൊക്കെ പറയും. ഇത് വന്നിട്ടുള്ളത് 1 kg-ൻ്റെതും ഇത് വന്നിട്ടുള്ളത് 1/2 kg-ൻ്റെയും. അപ്പോൾ 1 kg-ൻ്റെ ബോർഡ് എത്ര എടുക്കണം നമ്മൾ മേടിക്കുക വെച്ചാൽ നമ്മൾ സെയിം എന്ത് ചെയ്യുക, ടിൻ അളന്ന പോലെ തന്നെ നമ്മളെ ഇതെടുത്തിട്ട് അളന്ന് നോക്കുക. 1ൻ്റെ അളന്ന്
അതാ 9 × 5 9.5 ഇഞ്ചാണ്. അതേ സെയിമിന് 9. അടുത്തത് നമ്മളെ കേക്കിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഇപ്പം നമ്മൾ ഇതുവരെ കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മുടെ ചോക്ലേറ്റ് മെല്ലോയുടെ ചോക്ലേറ്റ് ആണ്. ഇത് വൈറ്റ് ആണ്, വൈറ്റ് കോമ്പൗണ്ട് 500 ഗ്രാമിൻ്റെ മെല്ലോൻ്റെ ചോക്ലേറ്റ് ആണ്. വൈറ്റ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ആണ് ഇത്. അതേപോലെ തന്നെ നമ്മൾ മെലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട്, ഇതിൽ തന്നെ വൈറ്റ് കോമ്പൗണ്ടും ഉണ്ട്. വൈറ്റ് കോമ്പൗണ്ട് ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് ആണ്, അതേ കളറാണ്. ഇത് വന്നിട്ടുള്ളത് എന്താ, ഇത് കണ്ടോ ഡാർക്ക് കളറാണ്, നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൻ്റെ അതേ കളറാണ്. ഇത് 500 ഗ്രാമാണ് മെലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഈ ചോക്ലേറ്റാണ് നമ്മുടെ കേക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യുക. കേക്കിലേക്കാണ് ഡെക്കറേഷൻസും ഫില്ലിങ്ങും അതേപോലെ ഗനാഷും ഒക്കെ ചെയ്യുക ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളൊരു സംഭവമാണ് ക്രീം ചീസ്. ഇത് നമ്മളെ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്, ഈ റെഡ് വെൽവെറ്റ് അതേപോലെ ഹണി കേക്കിലൊക്കെ നമ്മൾ ഉള്ളിൽ ഫില്ലിങ്ങും ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ക്രീം ചീസ്. കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു കിട്ടുക കേട്ടോ, ബോക്സ് ആയിട്ടാണ് കിട്ടുക. 200 ഗ്രാമിൻ്റെ കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ബട്ടർ, അൺസാൾട്ടഡ് മിൽക്കി മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ്. ഞാൻ ഇതിങ്ങനെ ബോട്ടിലാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതാ വിപ്പിംഗ് ക്രീം. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമറിൻ്റെ, ഞാൻ ഫിയോണെ യൂസ് ചെയ്യാറുണ്ട്. ക്യാമറി വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ക്യാമറി പ്രീമിയം വിപ്പിംഗ് ക്രീമാണ്. ഇതുണ്ടല്ലേ, ഇത് 1 ലിറ്റർ കേട്ടോ, 1 kg ആണ്. ഇതുണ്ടല്ലേ 1 kg കേട്ടോ, 1 kg ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇതേപോലെയൊക്കെ ഞാൻ ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ വെക്കാറ്. കേക്കിൻ്റെ സാധനങ്ങൾ മാത്രം തനിച്ച് നമ്മൾ എപ്പോഴും എടുക്കാത്ത പോലെ ബോട്ടിലാക്കിയിട്ടാണ് വെക്കാറ്. സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കുന്നത്. പിന്നെ നമ്മളൊരു മുട്ട, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലത്തെ മുട്ട. പിന്നെ വന്നിട്ടുള്ളത് പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ പൊടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുക. അതേപോലെ മൈദ. പിന്നെ വന്നിട്ടുള്ള മൈദ, കണ്ടില്ലേ മൈദ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കേക്കിനായിട്ട് സെപ്പറേറ്റ് മൈദ മേടിക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എപ്പോഴും പഴക്കമില്ലാത്ത മൈദകൾ യൂസ് ചെയ്യും. നമ്മൾ ഈ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കടകളിലൊന്നും മേടിക്കാണ്ട് കൂടുതൽ ആൾക്കാർ കയറി ഇറങ്ങുന്ന ഷോപ്പിൽ നിന്ന് ഈ മൈദ പോലുള്ള സംഭവങ്ങൾ മേടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതാകുമ്പോൾ പഴയതൊന്നും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല. അങ്ങനെ പഴക്കുള്ള മൈദ ഒക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആയിക്കാരം. ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒക്കെ കറക്റ്റ് ആയിക്കാരം. പക്ഷെ നമ്മളെ കേക്ക് ചെയ്ത് വരുമ്പോൾ അത് ഹാർഡായിട്ടുണ്ടാവും. പക്ഷെ അതെന്തേക്കാരം നമ്മൾ മൈദ പഴകിയിട്ടുണ്ടാവും, അത് നമ്മൾ അറിയൂലല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ വന്നിട്ടുള്ളതാണ് വാനില എസൻസ്. ഒരുപാട് വിധമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ബുഷിൻ്റെ വാനില എസൻസ് വലുത് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, വലുത് 1 ലിറ്ററിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 500 ml വാനില എസൻസ്. കാരണം നമ്മൾ എല്ലാ കേക്ക് എടുത്താലും ഈ വാനില എസൻസ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു ബോട്ടിൽ മേടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ കേക്കിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്ങിന് കൊടുക്കുന്ന സംഭവങ്ങളാണ് ക്രഷ്, സ്ട്രോബെറി ക്രഷ്, അതേപോലെ മാംഗോ ഒക്കെ ഉണ്ട്. ഒക്കെ അവൈലബിൾ ആണ് ഇതുപോലുള്ള ക്രഷുകൾ. ഇത് നമ്മൾ ഒരു കേക്ക് പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തിന് യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങൾ. പിന്നെ കൊക്കോ പൗഡർ. ഇതാണ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡറൊക്കെ നല്ല കമ്പനി നോക്കി മേടിക്കാം കേട്ടോ. ഇത് മാക്മാൻ എന്നുള്ള കമ്പനീൻ്റെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് നല്ല കൊക്കോ പൗഡർ കേട്ടോ, നല്ല കൊക്കോ പൗഡർ. ഇതേപോലെ ബേക്കേഴ്സിൻ്റെതും ഉണ്ടാവും. അടുത്ത വന്നിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്. ഞാൻ ഒക്കെ ലൂസ് മേടിച്ചിട്ട് ഇതേപോലെയുള്ള ഇരട്ടിയിട്ടായിട്ടുള്ള കുപ്പിയിൽ എയർ കിടക്കാണ്ട് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് സൂക്ഷിക്കില്ല കേട്ടോ. ഇതൊക്കെ കൊക്കോ പൗഡർ. അതേപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ അപ്പക്കാരം അങ്ങനെയൊക്കെ പറയില്ലേ, അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ബേക്കിംഗ് സോഡ കേട്ടോ. പിന്നെ നമ്മളെ കേക്ക് ഡെക്കറേഷൻസിന് കൊടുക്കുന്ന ഇതാ കണ്ടില്ലേ, ഇത് സിൽവറിൻ്റെ ലീഫ്, ഗോൾഡൻ ലീഫ്, അതേപോലെ പേൾസ് സിൽവറിൻ്റെ മുത്തുകൾ. പിന്നെ വന്നിട്ടുള്ളത് സ്പ്രേ കളർ, കേക്കിൽ യൂസ് ചെയ്യുന്ന സ്പ്രേ കളറാണ്. ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ സ്പ്രേ അടിച്ചിട്ട് യൂസ് ചെയ്യുന്ന കളറാട്ടോ, സ്പ്രേ കളറാണ്. നമ്മുടെ ഫ്ലവറൊക്കെ വെച്ചിട്ട് അതിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രേ കളറാണ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ, സ്പ്രേ കളറാട്ടോ. നമ്മൾ ഡയറക്റ്റ് കേക്കിൻ്റെ ക്രീമിൽ കളർ ചേർക്കാണ്ട് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന കളേഴ്സുകൾ. എല്ലാവർക്കും ഡൗട്ടുകൾ വരുന്ന ഒരു സംഭവമാണ് കേക്കിൽ എങ്ങനത്തെ കളേഴ്സുകളാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് പ്രീമിയത്തിൻ്റെ ഐസിങ് ജെൽ കളറാണ്. ജെൽ കളേഴ്സ് യൂസ് ചെയ്യാതെ കണ്ടില്ലേ, ഫുഡ് ജെൽ കളറ്, ഇതൊക്കെ കളേഴ്സുകളാണ് കേട്ടോ, കളേഴ്സുകളാണ്. ഓറഞ്ച് ജെൽ ഫുഡ് കളറ്, പേർപ്പിള്, ഇങ്ങനെ കളേഴ്സ്, ജെൽ കളേഴ്സ് യൂസ് ചെയ്യുക. ജെൽ കളേഴ്സ് അല്ലാത്ത ലിക്വിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിലേക്കാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ലൂസായി പോകും. അതേപോലെ തന്നെയാണ് ക്രീമിലേക്കാണെന്നുണ്ടെങ്കിൽ ക്രീം ലൂസായി പോകും. അതുകൊണ്ട് ജെൽ കളേഴ്സിന് ചൂസ് ചെയ്യുക കേട്ടോ. ജെൽ കളേഴ്സിന് പ്രീമിയത്തിൻ്റെ മാജിക്കിൻ്റെ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ എസെൻസ്, ടൈഗറിൻ്റെ എസെൻസ്, സ്ട്രോബെറി, പിസ്ത, ബട്ടർ സ്കോച്ച്, ഇങ്ങനത്തെ എസെൻസുകളും കിട്ടും മേടിക്കാൻ. ഇങ്ങനത്തത് മേടിക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്, ഇതിൻ്റെ ഫ്ലേവറും വരും, നമ്മളെ സ്പഞ്ചിന് കളർ ചേഞ്ചും വരും. നോർമൽ ഇതുപോലുള്ള ഇങ്ങനത്തെ ഒക്കെ എസെൻസ് മേടിച്ചാൽ ഫ്ലേവർ മാത്രം വരുള്ളൂ, കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു കേക്കിൽ യൂസ് ചെയ്യുന്ന കളേഴ്സും അതേപോലെ അതിൻ്റെ എസെൻസുകളൊക്കെ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളൊരു
കേക്കുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിത്ത് ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതേപോലെ ടൂൾസ് ഇത്രേ ഉള്ളൂ കേട്ടോ.